ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സമയത്തായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് നമുക്ക് ഗസ്റ്റിനെ ഞെട്ടിക്കാൻ തരത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പുതുപുത്തൻ സ്നാക്ക് എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഞാനിപ്പോൾ ഒരു 5 പീസ് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടാണ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്കിനേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ചിക്കൻ്റെ ഈ ഒരു ഡ്രംസ്റ്റിക് പാർട്ട് ഉണ്ടല്ലോ, ലെഗ് പീസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ബോൺലെസ് വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ട് അത്യാവശ്യം വേവ് ഉണ്ടാവും, അതുകൊണ്ട് ഒരു 3 വിസിൽ വരെ ഞാൻ വെക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു സ്റ്റിക്ക് ഭാഗം ഉണ്ടല്ലോ, കാലിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കളയാതെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിനെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ളത്, മെയിനായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ ലെഗ് പീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഞാൻ നന്നായിട്ട് ഇറച്ചിയൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങും ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനും ഉരുളക്കിഴങ്ങും ആദ്യം തന്നെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് പച്ചമുളക് നിങ്ങൾ ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചതച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെഡാറും മൊസറല്ലയും പകുതിയായിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ചീസിന് കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. നിങ്ങൾക്ക് ചീസ് എത്ര ഉപയോഗിക്കുന്നോ അത്രയും നമുക്ക് നല്ല വെലിഞ്ഞ് ടെക്സ്റ്റിൽ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ട് ചീസ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയാണ് കേട്ടോ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമാണെങ്കിൽ അത് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവിൽ കുറച്ചാൽ മതി, കുരുമുളകും കുറച്ചാൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചീസും ഈ ഒരു മസാല പൗഡേഴ്സെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് കയ്യിലെടുത്തിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും കൂടിപ്പോകാനും പാടില്ല, കുറയാനും പാടില്ല, എങ്കിലേ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്ക് പാർട്ടില്ലേ, അത് നമുക്കിതുപോലെ എടുത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് ഈ ഒരു മസാല കയ്യിൽ ഉരുട്ടിയെടുക്കുക, ഒരു ബോൾ ഷേപ്പായിട്ട്. അത് വലുപ്പം നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഈ മിഡിൽ ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സാധാരണ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് എങ്ങനെയാണുള്ള ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ വലുപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കവർ ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് ചെയ്യാനായിട്ട്. മസാലയൊക്കെ ഒരുപാട് സമയം നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കട്ടെ.
അങ്ങനെ ഞാൻ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്ക് ഈ ഒരു ലെഗ് പീസ് അല്ല ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ചിലവർക്ക് ലെഗ് പീസ് ഇഷ്ടപ്പെടില്ല, ലെഗിൻ്റെ ഭാഗം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ബോൺലെസ് പീസ് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റിക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, എന്തെങ്കിലും ഒരു സ്റ്റിക്ക് മതി. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു നമ്മളെ പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് സ്റ്റിക്കാണ്. അപ്പോൾ അതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം രീതിക്ക് തന്നെ ചെയ്യുക കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബോൾ എടുക്കുക, എന്നിട്ട് ഈ ഒരു മിഡിൽ ഭാഗത്ത് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടും ലീവ്സിൻ്റെ കൈ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ബിഹൈൻഡ് ദ ക്യാമറ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അവളുണ്ട് ഇവിടെ സൈഡിൽ തന്നെ എൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു സെയിം രീതിക്ക് തന്നെ വലിപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കും നിങ്ങളുടെ കയ്യിലില്ലാത്തവരാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ നഗറ്റ്സിൻ്റെ ഷേപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും മതി, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്യുക. പക്ഷെ നമുക്ക് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി, ഒരു പുതുമ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ഒരു ലെഗ് പാർട്ടൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല, നമുക്ക് വിരുന്നുകാരൻ എത്തിക്കാം കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ ഇതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ കോൺഫ്ലവർ എടുക്കുന്നത് അതിൻ്റെ അതേ സെയിം അളവ് തന്നെ എടുക്കുക കേട്ടോ. എങ്കിൽ നല്ല ഈക്വലായിട്ട് നല്ലൊരു ക്രിസ്പിനെസ്സും കോട്ടിങ്ങും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ബൗളിൽ മുന്നിലത്തെ ട്രേയിൽ കാണുന്നത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് സാധാ നമ്മൾ നഗറ്റ്സും ആ ഒരു എന്താ പറയുക റോളൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ആദ്യം ഈ ഒരു മൈദമാവിൽ നന്നായിട്ട് കോൺഫ്ലവർ മിക്സിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് കോട്ടാകണേ. അതിന് ശേഷം നമ്മൾ ഈ ഒരു മുട്ട മിക്സില്ലേ അതിലേക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബൗൾ ചേരിച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും. കണ്ടില്ലേ? ഇനി നമുക്ക് ബ്രെഡ് ക്രംസിനും ഡയറക്റ്റ് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ പൊട്ടിപ്പോകുന്ന ടെൻഷനോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് ഒട്ടും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, എങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്കിത് കിട്ടും. കണ്ടില്ല, ഒന്നും സ്റ്റിക്കുന്ന ഇളകി പോകുന്ന പോലും ഇല്ല. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒന്നിച്ചിടൊന്നും വേണ്ട കേട്ടോ, 1-2 ഒക്കെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ നല്ല ഏല് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇട്ടുന്നത്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് സമയം വേവാനൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീസൊന്നും മെൽറ്റ് ആവണം. അതുപോലെ തന്നെ ആ ഒരു മുട്ടയും മൈദയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. ഇതുപോലെ പെട്ടെന്ന് എല്ലാ സൈഡും ഒരുപോലെ തിരിച്ചു മറിച്ചിടുക. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുക. ഈ ഒരു കളറാകുമ്പോൾ എടുക്കുക കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാകുമ്പോൾ ഓവർ കഴിയാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചീസി ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. നല്ല കിഡിലും ടേസ്റ്റ്, വെറുതെ പറയല്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടും കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഉള്ളിൽ ചീസൊക്കെ നല്ല വെലിഞ്ഞ ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേറൊരു കാര്യം, നിങ്ങൾക്ക് എത്ര നന്നായിട്ട് വെലിഞ്ഞ് കിട്ടണം, എത്ര ചീസ് ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ചീസ് ചേർക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്